നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കോടല്ലൂരിൽ 64-കാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ പുയിറ്റ് പോയിട്ട് 4 പേര് കളഞ്ഞ് നിങ്ങൾ 3 പട്ടാമ്പി കൊടലൂർ പതിയിൽ വീട്ടിൽ മുഹമ്മദിനെ കൊലപ്പെടുത്തിയ കേസിലെ 3 പ്രതികളെയാണ് പട്ടാമ്പി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചത്. കഴിഞ്ഞ മാസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. വിദേശത്തുള്ള ഇളയമാങ്ങന്റെ വീട്ടിലായിരുന്നു മുഹമ്മദ് വർഷങ്ങളായി താമസിച്ചിരുന്നത്. മെയ് 3 രാത്രി 3 പേർ വീട്ടിലെത്തി മുഹമ്മദിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പറഞ്ഞത്. തുടർന്ന് പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പ്രതികളെയും പിടികൂടിയത്. ശങ്കരമംഗലം സ്വദേശികളായ മുഹമ്മദ് റഫീഖ്, സാജിദ്, തിരുവനന്തപുരം സ്വദേശി റോയ് എന്നിവരെയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയാണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പെടുത്തിയപ്പോൾ വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായാണ് പ്രതികൾക്ക് നേരെ തിരിഞ്ഞത്. ഒരു പച്ചവെള്ളം പോലും ഈ വാക്ക് പിന്നെ ഈ വാക്ക് പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ നവീകരണത്തിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നും ഇക്കാര്യം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP രംഗത്ത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പല പ്രമുഖർക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. കുളപ്പുള്ളി IPT കോളേജ് മുതൽ പട്ടാമ്പി നിലാശുപത്രി വരെയുള്ള റോഡ് പണിയിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 3 വർഷം മുമ്പ് തുടങ്ങിയ പണി ഇപ്പോഴും പാതി വഴിയിലാണ്. നിർമ്മാണ പ്രവൃത്തികൾ അശാസ്ത്രീയമായാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഓങ്ങല്ലൂർ മഞ്ഞളിലെ ഓവുപാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ പ്രശ്നങ്ങളൊന്നും BJP നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. വളരെയേറെ നീരൊഴുക്കുള്ള മഞ്ഞളുകൾ പാടശേഖരം പൂർണ്ണമായും അടച്ച് വെള്ളം ഒഴുകിപ്പോകുവാൻ സംവിധാനം ഒരുക്കാത്ത സ്ഥിതിയിലാണ് ഇവിടുത്തെ പ്രവൃത്തികൾ നടത്തിയിരിക്കുന്നത്. ഇത് കാരണം നൂറുകണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. റോഡ് നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. MLA ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ കുറ്റക്കാരാണ്. അഴിമതിക്ക് കൂട്ടുനിന്ന ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. 11.4 കിലോമീറ്റർ വീതിയിലുള്ള ഈ റോഡ് പണിയാൻ എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് 85,87,23,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇത്രയും ഭീമമായ ഒരു തുക സാധാരണക്കാരന്റെ നികുതി പണം ചെലവഴിച്ച് ഇത്രയും ഭീമമായ ഒരു തുക ചെലവഴിച്ച് നടക്കുന്ന റോഡിന്റെ നിർമ്മാണം തികച്ചും അശാസ്ത്രീയപരമായാണ് നടക്കുന്നത്. റോഡ് ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നു. ഈ റോഡിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 11.4 കിലോമീറ്റർ 10 മീറ്റർ വീതിയിൽ റോഡ് പണിയണം. അത് പട്ടാമ്പി ടൗൺ ഭാഗത്തെത്തുമ്പോൾ 1.7 കിലോമീറ്റർ നീളത്തിൽ 15 മീറ്റർ റോഡിന് വീതി വേണം. നമുക്കറിയാം
ഈ റോഡൊന്ന് അളന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിന്റെ വീതി എത്രയാണെന്ന്. അപ്പോ ഇതില് വലിയ തോതിലുള്ള അഴിമതി ഈ റോഡ് നിർമ്മാണത്തിൽ നടക്കുന്നുണ്ട്. ഈ അഴിമതിക്ക് PWD ഉദ്യോഗസ്ഥന്മാരും പട്ടാമ്പി MLA-യും പട്ടാമ്പിയിലെ കഴിഞ്ഞ ഭരണകക്ഷിയിലെയും ഇപ്പോഴത്തെ ഭരണകക്ഷിയിലെയും പ്രമുഖരായ പല നേതാക്കന്മാരും ഒത്തുചേർന്നിട്ടുള്ള ഒരു ഗൂഢസംഘമാണ് ഈ അഴിമതിക്ക് പിന്നിലെന്നും ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. എസ്റ്റിമേറ്റിൽ പറഞ്ഞ പോലെയല്ല റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുവെന്നും ഇത് വലിയ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. നടപടിയുണ്ടായില്ലെങ്കിൽ വിജിലൻസ് കോടതിയെ സമീപിക്കുമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ BJP മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽകുമാർ, സുരേഷ്, P ജയശങ്കർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. അപ്പോ ഈ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനത്തിന്റെ ഫലമായി അടിയന്തരമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുണ്ടായില്ലെങ്കിൽ വിജിലൻസ് കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള നിയമമാർഗങ്ങളും മറ്റ് പ്രക്ഷോഭ മാർഗങ്ങളും പാർട്ടി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി കൈക്കൊള്ളുന്നതാണ്. അതോടൊപ്പം പറയാനുള്ളത്, ഈ ഓങ്ങല്ലൂർ ഭാഗത്തെ ഈ വെള്ളക്കെട്ടും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും എത്രയും അടിയന്തരമായി പരിഹരിച്ച് യാത്രക്കാരുടെ ദുരിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന്. നാളെയും ലോകകപ്പ് ഫുട്ബോൾ ആവേശം അലയടിക്കുമ്പോൾ ഫ്ലക്സ് ബോർഡുകൾ പൂർണ്ണമായി ഒഴിവാക്കി ആ തുക കൊണ്ട് അനാഥ കുട്ടികൾക്ക് സ്നേഹസമ്മാനങ്ങളുമായി ടൗൺ ടീം ആനക്കരയുടെ മാതൃക. ആർപ്പുവിളികൾക്കപ്പുറം സ്നേഹത്തിന്റെ കാവലാളുകളായി മാറുകയാണ് ആനക്കരയിലെ ഈ ചെറുപ്പക്കാർ. എല്ലാ നാട്ടിലും വേൾഡ് കപ്പായിട്ട് ഈ ഫ്ലെക്സും കാര്യങ്ങളും ഒക്കെ കയറുന്നുണ്ട്. നമ്മൾ ആനക്കര മാത്രം എന്താ ഇല്ലാത്ത എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ ഞങ്ങൾ കാണിച്ചാൽ ഓരോ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും ഉയർത്താൻ വൻതുകയാണ് ചെലവ് വരുന്നത്. എന്നാൽ ഇത്തവണ ആ അനാവശ്യ ചെലവുകൾ വേണ്ടെന്ന് ടൗൺ ടീം ആനക്കര ക്ലബിലെ യുവാക്കൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. ഫ്ലക്സിനായി മാറ്റിവെച്ച തുകയും അതിനോടൊപ്പം യുവാക്കൾ സമാഹരിച്ച തുകകളും ചേർത്തുവെച്ച് അവർ നേരെ പോയത് മലപ്പുറം രണ്ടത്താണിയിലെ ശാന്തി ഭവനത്തിലേക്കാണ്. അവിടെയുള്ള അനാഥരായ കുഞ്ഞുങ്ങൾക്ക് ഈ യുവാക്കൾ സ്നേഹസമ്മാനങ്ങൾ കൈമാറി. പഠനത്തിനാവശ്യമായ ബാഗുകൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കളിക്കോപ്പുകൾ എന്നുവേണ്ട കുരുന്നുമനസ്സ് നിറയ്ക്കാൻ ആവശ്യമായതെല്ലാം അവർ വാങ്ങി നൽകി. ഫുട്ബോൾ ആവേശം മധുരപലഹാരങ്ങളായി ആ കുട്ടികളിലേക്ക് പകർന്നു നൽകിയപ്പോൾ കണ്ടുനിന്നവരുടെയെല്ലാം മനസ്സു നിറഞ്ഞു. ശാന്തി ഭവനത്തിലെ ആ നന്മ ദൃശ്യങ്ങൾ കോർത്തിണക്കി ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീൽസ് ഇപ്പോൾ വൻ വൈറലാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആനക്കരയിലെ ഈ ചെറുപ്പക്കാരുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് സമൂഹമാധ്യമങ്ങളിലൂടെ ലൈക്കുകളും കയ്യടികളും നൽകുന്നത്. 5 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ കൈകോർത്ത തൃത്താലയിലെ നന്മിണിപ്പറമ്പ് പ്രദേശം. ഒറ്റ ദിവസം കൊണ്ട് 10,000-ലേറെ ബിരിയാണി പൊതികൾ വിതരണം ചെയ്ത നമ്മിണിപ്പറമ്പ് കൂട്ടായ്മ തീർത്തത് നന്മയുടെ മഹാമാതൃകയാണ്. തൃത്താല കൂറ്റനാട് നമ്മിണിപ്പറമ്പ് സ്വദേശിയായ സുരേഷ് വിദ്യ ദമ്പതികളുടെ മകൻ അഭിഷേക് ജന്മന വൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിലാണ്. ദിവസേനയുള്ള ഡയാലിസിസിലൂടെയാണ് ഈ 5 വയസ്സുകാരൻ ജീവൻ നിലനിർത്തുന്നത്. കുഞ്ഞിന് അടിയന്തിരമായി വൃക്ക മാറ്റിവെക്കാൻ 50 ലക്ഷം രൂപ വേണം. എന്നാൽ ചുമട്ടുതൊഴിലാളിയായ അച്ഛന് ഈ തുക സ്വപ്നം കാണാൻ പോലും ആകില്ലായിരുന്നു. പക്ഷേ ആ കുഞ്ഞിന്റെ വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഈ നാട് തയ്യാറായിരുന്നില്ല. അഭിഷേകിന്റെ ചികിത്സാ ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യമിട്ട് നമ്മിണിപ്പറമ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒന്നിച്ച് ഒരു മെഗാ ബിരിയാണി ചലഞ്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ ചൊവ്വാഴ്ച കൂറ്റനാട് പെരിങ്ങോട് റോഡിലെ വിവാഹമണ്ഡപം ഒരു വലിയ ജനകീയ അടുക്കളയായി മാറി. ചലഞ്ചിന്റെ ലക്ഷ്യമറിഞ്ഞ് പാചകത്തിനാവശ്യമായ ചിക്കൻ, അരി ഉൾപ്പെടെ ഭൂരിഭാഗം സാധനങ്ങളും സുമനസുകൾ സൗജന്യമായി എത്തിച്ചു നൽകി. നാട്ടുകാരും യുവാക്കളും ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ ഉയർന്നത് സ്നേഹത്തിന്റെ വറ്റാത്ത നന്മയാണ്. പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതാണ്ട് 10,000-ലേറെ ബിരിയാണി പൊതികളാണ് ഈ കൂട്ടായ്മ ചലഞ്ചിലൂടെ വിതരണം ചെയ്തത്. തൃത്താല നിയോജക മണ്ഡലം മാത്രമല്ല, ജില്ലാ അതിർത്തികൾ ഭേദിച്ച് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം, കോക്കൂർ പ്രദേശങ്ങളിലും തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവ് മേഖലയിലും ഈ നന്മയുടെ സ്നേഹപ്പൊതികൾ കൃത്യമായി എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. കേവലം ഒരു ചലഞ്ചല്ല, ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു നാട് ഒന്നടങ്കം നടത്തിയ വിപ്ലവകരമായ നന്മ നിറഞ്ഞ പ്രവർത്തനമാണിത്. നമ്മൾ നൽകുന്ന ഓരോ ചെറിയ സഹായവും അഭിഷേകിന് പുതുജീവൻ നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ നാട്. നന്മയുടെ ഈ മഹാമാതൃകയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് നാടൊന്നാകെ.
ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ നാട്, അവർ അന്യനാട്ടിലാണെങ്കിലും നമ്മുടെ നാടിനു വേണ്ടി ഒരാവശ്യം പറഞ്ഞപ്പോൾ ആ വിദേശത്തുള്ള ആളുകൾ നമ്മളെ അകമഴിച്ച് സഹായിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പോഴത്തെ പ്രതികൂലമായ കാലാവസ്ഥയാണ്. പക്ഷെ ആ കാലാവസ്ഥയിലും നാടിനു വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കൾ തമ്മിൽ പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് പ്രവാസികൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആ പ്രവാസികൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിൽ ഒരുക്കിയ തുമ്പൂർമൊഴി ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ് തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലും യൂണിറ്റ് സജ്ജമാക്കി. പട്ടാമ്പി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ശക്തിപ്പെടുത്തുന്നതിനുമായി സ്വച്ഛ് ഭാരത മിഷന്റെ ഭാഗമായാണ് തുമ്പൂർമൊഴി ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിച്ച് പ്രവർത്തനസജ്ജമാക്കിയിരിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ഓഫീസ് പരിസരത്തും പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലുമാണ് തുമ്പൂർമൊഴി ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം താലൂക്ക് ഓഫീസിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി നിർവഹിച്ചു. കോളേജിലും താലൂക്ക് ഓഫീസിലുമായി പ്രതിദിനം 1.05 ടൺ ശേഷിയുള്ള 7 തുമ്പൂർമൊഴി യൂണിറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 23.7 ലക്ഷം രൂപ ചെലവിലാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ബിൽഡിംഗ് ഫാമിൽ വികസിപ്പിച്ചെടുത്ത സവിശേഷമായ മാലിന്യ സംസ്കരണ രീതിയാണ് തുമ്പൂർമൊഴി. വായുസഞ്ചാരത്തിന്റെ സഹായത്തോടെ ജൈവമാലിന്യങ്ങൾ വേഗത്തിൽ വിഘടിച്ച് ഗുണമേന്മയുള്ള കമ്പോസ്റ്റാക്കി മാറ്റാൻ ഈ സംവിധാനത്തിന് സാധിക്കുന്നുണ്ട്. ദുർഗന്ധവും ഈച്ചയോ പാറ്റയോ പോലുള്ള പ്രാണികളുടെ ശല്യമോ ഇല്ലാതെ വളരെ ലളിതമായി ഭക്ഷണാവശിഷ്ടങ്ങൾ, ഇലകൾ, പച്ചക്കറി മാലിന്യങ്ങൾ എന്നിവ ഇതിലൂടെ എളുപ്പത്തിൽ വളമാക്കി മാറ്റാൻ സാധിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അസ്ന അനീഫ അധ്യക്ഷയായിരുന്നു. നഗരസഭാ സെക്രട്ടറി ഡോക്ടർ അമലസ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയ നിരവധി പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് അവിടെ ജീവനക്കാരുടെയും അതിന്റെ പരിസര പ്രദേശങ്ങളിലെയും മാലിന്യം നിക്ഷേപിക്കുന്നതിനു വേണ്ടിയും അത് വളമാക്കുന്നതിനു വേണ്ടിയും തുമ്പൂർമൊഴി എന്നൊരു പദ്ധതി അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ ബ്രീഡിംഗ് ഫാമിൽ വികസിപ്പിച്ചെടുത്ത ഒരു പദ്ധതിയാണ് ഈ തുമ്പൂർമൊഴി എന്ന പദ്ധതി. ആയതുകൊണ്ടാണ് അതിന്റെ തുമ്പൂർമൊഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭക്ഷ്യ വസ്തുക്കൾ, അതുപോലെ തന്നെ ഇലകൾ, പച്ചക്കറി മാലിന്യം തുടങ്ങിയവ സംസ്കരിച്ച് വളമാക്കുന്ന ഒരു പദ്ധതിയാണ് തുമ്പൂർമൊഴി പദ്ധതി. വായുവിന്റെ സഹായത്തോടു കൂടി താരതമ്യേന ഈച്ചകൾ, പാറ്റകളൊന്നും ശല്യമില്ലാത്ത രീതിയിൽ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ദുർഗന്ധം ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ ഓഫീസ് പരിസരത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും അതുവഴി വളമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കും. ഇനിയും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ പട്ടാമ്പി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ബയോഗ്യാസ് പ്ലാന്റ് നൽകിയിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഇതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരുള്ള എല്ലാ ഓഫീസുകളിലും മാലിന്യ സംസ്കരണ പദ്ധതികൾ. കോതച്ചിറയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന വർമാജി എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന P.K. കൃഷ്ണവർമ്മ ഓർമ്മയായിട്ട് 4 വർഷം. വർമാജിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള P.K. കൃഷ്ണവർമ്മ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന് സ്വന്തമായി 2 സെന്റ് സ്ഥലം ലഭിച്ചതിനെ തുടർന്ന് ട്രസ്റ്റിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ ട്രസ്റ്റ് ഭരണസമിതി ഒരുങ്ങുകയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും ജൂൺ 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോതച്ചിറ അരുണോദയം വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കും. തൃത്താല MLA VT ബൽറാം നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. P.K. കൃഷ്ണവർമ്മ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഖ്യ ട്രസ്റ്റി ബാലൻ മഠത്തിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ത്രിതല തദ്ദേശ സാരഥികളും പങ്കെടുക്കും. ഈ വർഷം SSLC, +2 സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് രാവിലെ 9:30 മുതൽ 12:30 വരെ P.K. കൃഷ്ണവർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും മെഡോക്സിൻ മെഡിക്കൽ സെന്റർ പെരിങ്ങോടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ട്രസ്റ്റ് ഭാരവാഹികളായ M. മുരളി മാസ്റ്റർ, ബാലൻ മഠത്തിൽ, O. വാസുദേവൻ, K. നൌഫൽ, V. സന്തോഷ്, T.P. അജിത് കുമാർ എന്നിവർ അറിയിച്ചു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും അതുപോലെ തന്നെ
നാട്ടിലുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് മേഖലകൾ കഴിവ് തെളിയിച്ചവരെയും ഞങ്ങൾ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പല വയസ്സായി നിരാലംബരായി കിടക്കുന്നവരെ ട്രസ്റ്റിൻ്റെ പേരിൽ ഞങ്ങൾ സാമ്പത്തികമായും ഒക്കെ സഹായിച്ചു വരുന്നുണ്ട്. ചാലിശ്ശേരി കവുക്കോട് കുളത്താണി വിഷ്ണു ശാസ്ത്ര ക്ഷേത്രം ദേവസ്വം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലഴി മങ്ങാട്ട് അരവിന്ദാക്ഷന്റെ 3ാം ചരമവാർഷിക അനുസ്മരണവും വിരമിച്ച സബ് ഇൻസ്പെക്ടർ എൻ ജ്യോതിപ്രകാശിന് ആദരവും സംഘടിപ്പിച്ചു. കുളത്താണി വിഷ്ണു ശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് അംഗം എ വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേവസ്വം പ്രസിഡന്റ് ശങ്കരൻ നായർ അധ്യക്ഷനായി. വിരമിച്ച സബ് ഇൻസ്പെക്ടർ എൻ ജ്യോതിപ്രകാശിന് ദേവസ്വം കമ്മിറ്റിയുടെയും വാർഡിന്റെയും ആദരവ് മെമ്പർ എ വിജയനും ക്ഷേത്ര ഊരാളൻ പാലക്കാട്ടിരിമന ശങ്കരൻ നമ്പൂതിരിയും ചേർന്ന് പൊന്നാടിയും മൊമന്റോയും നൽകി ആദരിച്ചു. മുൻ പഞ്ചായത്ത് അംഗവും മാധ്യമപ്രവർത്തകനുമായ പ്രദീപ് ചെറുവാശ്ശേരി, ചന്ദ്രശേഖരൻ കൊല്ലഴി, ടി കെ ബാലൻ, പാലക്കാട്ടിരിമന ജയൻ നമ്പൂതിരി, ടി വി വിനീത്, മുൻ മെമ്പർ നിഷ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ എയിംസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികളെ അനുമോദിക്കുന്നു. ബുധനാഴ്ചയാണ് അനുമോദന സദസ്സ് ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എയിംസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പട്ടാമ്പിയുടെ നേതൃത്വത്തിലാണ് SSLC+2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയവർക്ക് ആദരം നൽകുന്നത്. നാളെ ബുധനാഴ്ച രാവിലെ പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന എയിംസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ആദര ചടങ്ങ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. ഒരു കുതിച്ചുചാട്ടം എന്ന രീതിയിൽ പട്ടാമ്പിയിൽ എത്തിയിട്ടുള്ള എയിംസ് ഇന്റർനാഷണൽ കോളേജിന്റെ ഒരു ഗാദറിംഗ്, അവാർഡ് ദാനവും അതുപോലെ SSLC+2 ജയിച്ച കുട്ടികൾക്ക് അവർക്കുള്ള ഒരു പ്രൊമോഷൻ, ഒരു അവാർഡ് കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കലും കൂടിയാണ് ബുധനാഴ്ച നാളെ 10 മണിക്ക് എയിംസ് ഇന്റർനാഷണൽ കോളേജിൽ നടക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു കുതിച്ചുചാട്ടത്തിന്റെ പക്കത്താണ് നിൽക്കുന്നത്. നമ്മുടെ പ്രധാന വിഷയമായ എഡ്യൂക്കേഷൻ, മുഖ്യമന്ത്രി തന്നെ AI ബന്ധപ്പെട്ടുകൊണ്ടും പുതിയ ടെക്നോളജികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മളെ കുട്ടികൾ പഠിക്കുന്നതിനെ കുറിച്ചെല്ലാം, പുതിയ കോഴ്സുകളെ കുറിച്ചെല്ലാം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വിദ്യാർത്ഥികളെല്ലാം പുറത്തുപോയി ജോലി നേടുന്ന ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത്. അത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ അവർക്ക് ജോലി കിട്ടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ മേഖല വാർത്തെടുക്കുക എന്നുള്ളതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് പട്ടാമ്പിയിലെ എയിംസ് ഇന്റർനാഷണൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്ന സന്തോഷത്തിലൂടെ നാം കടന്നു പോകുന്നത്. ജില്ലയിൽ ആദ്യമായി ഇന്റഗ്രേറ്റഡ് +1 കോഴ്സ് എന്ന സമ്പ്രദായം എയിംസിലുണ്ടെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു. CA, CMA, ഫൗണ്ടേഷൻ, ACCA വിത്ത് BA, BCom, BBA ഡിഗ്രി തുടങ്ങിയ കോഴ്സുകളും എയിംസിലുണ്ട്. ഏവിയേഷൻ BBA വിത്ത് ഏവിയേഷൻ മാനേജ്മെന്റ് കോഴ്സുകളും എയിംസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു തൊഴിലധിഷ്ഠിത ഒട്ടനേകം കോഴ്സുകളും ഇവിടെ ഉണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഒരു അവാർഡ് ദാന, ഒരു അനുമോദന ചടങ്ങ് ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് പട്ടാമ്പിയുടെ പ്രിയങ്കരനായ നഗരസഭാ ചെയർമാനും തൃത്താല പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഉൾപ്പെടെ നടത്തുകയാണ്. പട്ടാമ്പിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് ദൂരങ്ങൾ കുട്ടികൾ പോകുന്നൊരു സാഹചര്യമാണ് നമുക്കിടയിലുള്ളത്. അതൊക്കെ നമ്മുടെ പട്ടാമ്പിയിൽ തന്നെ കഴിയും എന്ന് തെളിയിക്കാൻ കൂടിയാണ് നമ്മൾ ഈ എയിംസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ കോഴ്സുകളുമായി പട്ടാമ്പിയിൽ തുടക്കം കുറിക്കുന്നത്. വിശാലമായ ഒരു ക്യാമ്പസാണ്. ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റിലേറെ സ്ഥല സൗകര്യത്തോടു കൂടി ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ഏറ്റവും ഭയപ്പെടുന്നത് കുട്ടികളുടെ സുരക്ഷിതത്തെ കുറിച്ചാണ്. നമുക്ക് പട്ടാമ്പി സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഗുരുവായൂർ റോഡിൽ ഏകദേശം ഒരു 500 മീറ്റർ നീങ്ങിയാൽ ഈ സ്ഥാപനത്തിൽ നമുക്ക് എത്താൻ കഴിയും. നിരവധി കോഴ്സുകളാണ് നമ്മൾ ഈ ഒരു സംരംഭം, ഈ പുതിയ സ്ഥാപനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോ ഒരു ട്രെൻഡ് ആയിട്ടുള്ള, ബൂമിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് CA, CMA എന്ന തരത്തിലുള്ള കോഴ്സുകളൊക്കെ. എന്നിങ്ങനെയുള്ള കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ എയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, കൂടുതൽ ഒരുപാട് വർഷങ്ങൾ പഠിച്ചാലും നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ആ ഒരു സമയം നോക്കുമ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാലും ഈ +2 കഴിഞ്ഞൊരു 1 ഇയർ കോഴ്സ് എടുത്താലും കുട്ടികൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ വലിയ
ശമ്പളം ലഭിക്കുന്ന രീതിയിലുള്ള ജോലികൾ കരസ്ഥമാക്കാൻ കഴിയുന്ന രീതിക്കുള്ള കോഴ്സുകളാണ് ഞങ്ങളുടെ ഈ എയിംസ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾക്ക് വഴി ഉറപ്പുവരുത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്ഥാപന CEO TP അൻവർ, KK അബ്ബാസ്, തുളസി വിനോദ്, ഐഷ ഗഫൂർ, ശരണ്യ നിതിൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.